സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവം ഈ വർഷം മാർച്ച് 5 മുതൽ 14 വരെ നടക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് തോറ്റംപാട്ടുകളിലൂടെ പാട്ടുകാർ ചിലപ്പതികാരത്തിൻ്റെ കണ്ണകിയുടെ കഥ പറയുന്നു എന്നതാണ്. ഓരോ ദിവസവും പറയുന്ന കഥാഭാഗവും അതത് ദിവസത്തെ ചടങ്ങുകളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 1-ാം ദിവസം ദേവിയെ പാടി കുടിയിരുത്തി കഥ തുടങ്ങുന്നു. 2-ാം ദിവസം ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് പാടുന്നു. ആടകൾ ചാർത്തിയിരിക്കുന്ന ദേവിയെ സ്തുതിക്കുന്നു. 3-ാം ദിവസം കോവലനും ദേവിയുമായുള്ള വിവാഹത്തിൻ്റെ വർണ്ണനകളാണ്. ഈ ഭാഗം മാലപ്പുറം പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. 4-ാം ദിവസം ദരിദ്രനായി തീർന്ന കോവലൻ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി നിത്യവൃത്തിക്കായി ദേവിയുടെ ചിലമ്പ് വിൽക്കാനായി കൊണ്ടുപോകുന്നു. 5-ാം ദിവസം ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുരാ നഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ താൻ ചെയ്ത കുറ്റം മറച്ചുവയ്ക്കാനായി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് മുദ്രകുത്തി പാണ്ഡ്യരാജാവിൻ്റെ സദസ്സിൽ കോവലനെ എത്തിക്കുന്നു. 6-ാം ദിവസം അധികാരത്തിൻ്റെ ലഹരിയിൽ പാണ്ഡ്യരാജാവ് കോവലനെ ചിലമ്പ് മോഷ്ടിച്ചെന്ന കുറ്റം ചുമത്തി വധിക്കുന്നു. 7-ാം ദിവസം കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ ദേവി കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുന്നു. ഈ ദിവസം രാവിലെ നട തുറക്കുന്നത് താമസിച്ചാണ്. 8-ാം ദിവസം കോപാകുലയായ ദേവി തൻ്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്നു. 9-ാം ദിവസം രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെയും വധിക്കുന്നു. ദേവിയുടെ വിജയം ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നു. അതാണ് പൊങ്കാല മഹോത്സവം. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ആഘോഷമാണിത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 50 ലക്ഷത്തോളം സ്ത്രീകൾ ഈ മാസം 13-ാം തീയതി തിരുവനന്തപുരം നഗരത്തിനെ യാഗശാലയാക്കി മാറ്റുന്നു. ഈ ഉത്സവ ചടങ്ങുകളിലേക്കും അതിൻ്റെ കാഴ്ചകളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
ഒത്തുചേരൽ ഈ മേളയിലൂടെ ഞങ്ങൾ ഒരുക്കുന്നു. ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മേളയിലേക്ക് ഗംഭീരമായ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ആവേശം